ആദ്യമേ തന്നെ അവൻ ഓടിക്കേറി. അവൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഓടാൻ പോയത് കേട്ടോ. അവൻ്റെ ബനിയൻ വേണ്ടതുണ്ട് ഇവിടെ കിടപ്പുണ്ട്. ചൂടാന്ന് പറഞ്ഞെല്ലാം ഊരിയിട്ടേച്ച് നടക്കണം. അപ്പം ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 4 മണിക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. ഉണ്ടെങ്കിൽ അതൊക്കെ വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ഇവിടെ അടുത്തൊരു വീട്ടിൽ കല്യാണം നടക്കുമെന്ന്. ആ വീട്ടിലെ കല്യാണത്തിന് പോയേക്കുമായിരുന്നു ഞങ്ങൾ. അപ്പം പോയിട്ടെല്ലാം വന്നതേ ഉള്ളൂ. വന്ന് കഴിഞ്ഞാണ് വീഡിയോയുടെ ഇതെടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കല്യാണത്തിന് പോയി ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോസ് ഇനി കുക്കിങ്ങോ എന്നതിലൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ട്. എന്നൊക്കെ ആവുന്നൊന്നും അറിയത്തില്ല. അപ്പം ആദ്യമായിട്ടൊക്കെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ. അപ്പം വീണ്ടും അവനോട് നിൽക്കുവാണ് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട്. ഇവനെപ്പോൾ ഇറങ്ങി വരുമെന്ന് എനിക്കും ഒന്ന് അറിയണം. അവന് ബനിയും വേണോടാ എന്നാ. അവന് ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിന് എന്നെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുമായിരുന്നു. ഇല്ലേ കണ്ണ? വേണ്ട വേണ്ട, എനിക്കത്ര ഇഷ്ടമല്ല. ഓ പിന്നെ അത്രയ്ക്കൊന്നും വേണ്ട. നീയെ മഹാതല്ലിപ്പൊളി നീയായിട്ട് കൂട്ടുകൂടിയേ ശരിയാകല. അപ്പം അച്ചു ക്ഷീണമൊക്കെ ആയിട്ട് കിടന്നു. ഇവൻ എൻ്റെ കൂടെ ഇങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട്. വരുന്നുണ്ട് കേട്ടോ. 2 കാലുകൾ കണ്ടോ, 2 കാലുകൾ. വന്നു. വരുന്നത് എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് പറിച്ച് എന്നെ ഉപദ്രവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. ഈ തല്ലിപ്പൊളി ചെറുക്കൻ എൻ്റെ കൂടെ ഉണ്ട്. അയ്യോ കണ്ടോ എന്നെ ഉപദ്രവിക്കുന്നത് കണ്ടോ. എനിക്ക് ചോദിക്കാൻ അത് നീ മേടിക്കാനായിട്ട് എന്നെ നോക്കുന്നത്. ഞാൻ വെച്ചതായിരുന്നു നല്ലപോലെ. എനിക്ക് ഈ മേല് നോക്കുമ്പോണ്ടല്ലോ ഭ്രാന്ത് കയറും, ഭ്രാന്ത്. എന്താ മനസ്സിലായില്ലേ? കണ്ണ് 2 ബുദ്ധിമുട്ട്. പണ്ടത്തെ പിള്ളേരൊന്നും അല്ലെന്ന്. ഇപ്പോൾ പണ്ടുള്ള പിള്ളേർക്കൊക്കെ അപ്പനെയും അമ്മയൊക്കെ പിടിക്കുന്നുണ്ട്. അതോളെ കൂടെ കൈ ഇട്ട് കടിച്ചും പറിച്ചും ഇടിച്ചും ഒക്കെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ അടുത്ത് വെയിൽ അടിക്കുന്നതിനനുസരിച്ച് വെട്ടവും ഒരുമാതിരി വിളറിയ വെട്ടമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ എൻ്റെ മുടിയെല്ലാം തൊട്ട് കളിക്കില്ല, കാർപ്പൂന്തലെല്ലാം തൊട്ട് കളിക്കില്ല, അതെല്ലാം ഒന്നുമില്ല. എനിക്ക് കാർപ്പൂന്തലൊന്നുമില്ല. അതുകൊണ്ട് നീ അതൊക്കെ കാർപ്പൂന്തൽ മുടി തലമുടി. അപ്പൊ അതെല്ലാം നീ വലിച്ചു പറിച്ച് കളയരുത്. അകപ്പാടി ഇച്ചിരിയൊക്കെ പിറ്റേന്ന് വെച്ചേക്കുന്നത്. അതൊക്കെ നീ പറിച്ച് കളയല്ലേ. ഈ ചെറുക്കനെ പ്രസവിച്ചപ്പോഴാണ് എൻ്റെ മുടി മൊത്തവും പോയത്. എന്നിട്ട് അവൻ ഇപ്പൊ എൻ്റെ മുടിയെ പിടിച്ച് വലിക്കാൻ വന്നിരിക്കുന്നു. അപ്പം ഞാൻ മുമ്പേ കാണിച്ച വീഡിയോ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നേച്ചെടുത്ത വീഡിയോസൊക്കെ ആയിരുന്നേ. അപ്പം ഞങ്ങൾ കല്യാണത്തിന് ഇവിടെ വന്നു. നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു പെൺകുച്ചൊരുങ്ങിയൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയിലാണ്. ഓവർ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല ഐശ്വര്യമുള്ളൊരു മുഖത്തോടുകൂടി നമ്മുടെ മണവാട്ടിപ്പെണ്ണ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് പരിചയമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലർക്കൊന്നും വീഡിയോ എടുക്കുന്ന ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെങ്കൊച്ച് വരുന്നതിൻ്റെ വീഡിയോസ് മാത്രം ഒരു ഇച്ചിരി എടുത്ത് ബാക്കി പിന്നെ നമ്മുടെ ഫോണും ഒക്കെ മാറ്റി വെച്ച് ബാക്കി കല്യാണത്തിൻ്റെയൊക്കെ പിന്നെ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ എടുത്തു. താലി കെട്ടുന്നതിൻ്റെയും അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോകാൻ കേട്ടോ. എന്നാണെന്നറിയോ, പെട്ടെന്ന് പരിപാടി കഴിയുന്നേ. ഞങ്ങളുടെ ഈ ക്രിസ്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞ പോലൊന്നുമല്ല. പെട്ടെന്ന് കാര്യം നടക്കും. അത് കഴിയുമ്പോൾ വല്ലതും കഴിച്ചേച്ച് വീട്ടിൽ പോകാം. പിന്നെ പൊതുവേ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഹിന്ദുക്കളുടെ കല്യാണത്തിനൊക്കെ പോകാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. സദ്യയൊക്കെ ഉണ്ട്. അതേസമയം ഇവിടെ ചേട്ടനും പിള്ളേർക്കൊക്കെ അച്ചു സദ്യയുടെ ആളാണ്. കണ്ണനുമൊക്കെ നേരെ തിരിച്ച ആളാണ്. അവർക്ക് സദ്യയല്ല ഇഷ്ടം. അവർക്ക് ഇച്ചിരി കടിച്ച് പറിച്ചൊക്കെ തിന്നാനൊക്കെ വല്ല കൊള്ളൊക്കെ അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ മിക്കവർക്കും അറിയാമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ വലിയ പച്ചക്കറി വെപ്പ് കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറയുന്നു, ഹിന്ദുവിനെയൊക്കെ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കല്യാണം കഴിക്കില്ല, ഒരു ഹിന്ദു എന്നെ കെട്ടിയിരുന്നെങ്കിൽ സദ്യയൊക്കെ കഴിക്കാമായിരുന്നല്ലോ എന്ന് പറയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ എന്നാണെന്നറിയാം, ഓണത്തിന് മാത്രമാണ് ഇവിടെ സദ്യ. പിന്നെ ഞാൻ ഒത്തിരി നിർബന്ധിച്ച് എങ്ങാനും കഴിയുമ്പം ഇടയ്ക്കെങ്ങാനും ഒരു സദ്യ ഉണ്ടാക്കിയെങ്കിലായി. ചേട്ടന് കൂടുതലിഷ്ടം ഈ ബീഫ്, ചിക്കൻ അതൊക്കെയാണ്. കണ്ണനും ഒക്കെ അതൊക്കെ തന്നെയാണ്. അപ്പം എനിക്ക് ഇച്ചിരി പച്ചക്കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. അത് നമ്മുടെ വീഡിയോയിൽ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ പച്ചക്കറി വെപ്പൊന്നുമില്ല ഇവിടെ. ദിവസം മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്നേലൊക്കെ കാണും. എന്നെല്ലാം മീൻ കാണും എല്ലാ ദിവസവും. മീനില്ലാതെ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ കല്യാണത്തിൻ്റെ താലികെട്ടൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ വീഡിയോ എടുത്തുള്ളൂ. കാര്യം ഒന്നാമത് നമുക്ക് ഈ വീഡിയോഗ്രാഫർമാരുടെ ബഹളം കാരണം നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് പിന്നെ സൈഡിൽ ഓരോടൊക്കെ നിന്ന് ഇച്ചിരിയൊക്കെ എടുത്തുള്ളൂ. രണ്ടുപേരും നല്ല ജോഡിയായിട്ടോ, നല്ലൊരു ചെറുക്കനും നല്ലൊരു പെണ്ണും. അപ്പം അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവർ ഇതിന് വലം വെച്ച് ഇനി ഡ്രസ്സ് മാറാനും പിന്നെ അമ്പലത്തിനകത്തൊരു തൊഴാനും ഒക്കെ ആയിട്ട് അവർ പോവാണ്. അപ്പം ഇതെല്ലാം ഞാനൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങെടുത്തുള്ളൂ. എനിക്കൊന്നേ അവിടെ എന്നത് ഈ വെയിലുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അകത്തോട്ടൊരു ചെറിയ മങ്ങിയ വെട്ടം ആയതുകൊണ്ടാന്ന് തോന്നുന്നു വീഡിയോ എടുക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇരുണ്ടിരുന്നു കേട്ടോ. ഇനി ഇതിനകത്ത് ഇച്ചിരി വെട്ടം കൂട്ടി ഇട്ടെടുത്താൽ മതിയായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ തീരുമാനിച്ചൊന്നും പോയൊന്നും അല്ലായിരുന്നു. പിന്നെ ചുമ്മാ ഒന്ന് എടുത്തതേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സദ്യ കഴിപ്പൊക്കെയായി. സദ്യ എല്ലാം കഴിച്ച് കഴിഞ്ഞേച്ച് പിന്നെ ഇനി നേരെ വീട്ടിലോട്ട് പോരുക എന്നുള്ളൂ. വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ അടുത്ത എന്നാലും കല്യാണത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ക്ഷീണമാണല്ലോ. കുറേ നേരമൊക്കെ പിന്നെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് 4 മണിക്കത്തേക്കാണ് പിന്നെ അടുക്കളയിലോട്ട് കയറുകയൊക്കെ ചെയ്ത്. അപ്പം 4 മണിക്കത്തെ വിശേഷം കാണാം. വൈകുന്നേരത്തേക്ക് 4 മണിക്കത്തേക്ക് പഴംപൊരി ഉണ്ടാക്കുവാണേ. അപ്പം ഞാൻ കല്യാണത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് അമല വിളിച്ചായിരുന്നു അതുവഴി വരണമെന്നും പണ്ട്. അവരെനിക്കത് പറമ്പിൽ നിന്ന് വെട്ടിയതാണെന്ന് തോന്നുന്നു, വാഴക്കൊല, ഏത്തവാഴ. അപ്പം അത് തന്നു വിട്ടു. കൊണ്ടുവന്നപ്പോഴേ എല്ലാവരും അതിൽ നിന്ന് പെറുക്കി തിന്നുകൊണ്ട് കിടന്ന്. ബാക്കിയുള്ളത് ഇപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കാം 4 മണിക്കത്തേക്ക്. നീ കഴിച്ചില്ലായിരുന്നോ? സോറി, അച്ചു കഴിച്ചില്ല കേട്ടോ. അവിടെ നോട്ടം കണ്ടോ, എന്നെ ദഹിപ്പിക്കുന്ന നോട്ടോ നോക്കുന്നത്. ആണോ? ദുഷ്ടേ. എന്നിട്ട് ഞാൻ അവിടുത്തെ ചെറുക്കനായിക്കെടുത്തത്. കണ്ണിലേ കുഞ്ഞു കണ്ണാടിയിൽ ഓർമ്മകൾ ആരാരും അറിയാതെ ആത്മാവും അറിയാതെ അരുമയായി കുഞ്ഞു കണ്ണാടി. പഴംപൊരിക്കുള്ളത് മൈദയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്താണ് ഇന്ന് ഞാൻ ചിലപ്പം മുട്ട ചേർക്കാറുണ്ട്, പഞ്ചസാര ചേർക്കാറുണ്ട്. ഇന്ന് പഞ്ചസാരയും മുട്ടയൊന്നും ചേർത്തില്ല, ബാക്കിയൊക്കെ ഇട്ട്. അച്ചു ഞാൻ വീഡിയോ എടുക്കാൻ പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയതേ. നമ്മുടെ പഴംപൊരിയൊക്കെ ഇതുണ്ട്. എൻ്റെ മുടി കണ്ടോ, കുരുവിക്കൂട് മാതിരി ചുരുളും. എൻ്റെ മുടി ഭയങ്കര ചുരുളിച്ച്. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നേ, നല്ല കോലം മുടിയായിരുന്നു. ആ മുടിയൊക്കെ ഇപ്പൊ ചുരുണ്ട് കുരുവിക്കൂട് മതിയാറായി. ഞാൻ എന്നും ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്ക്, നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ പഴംപൊരി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ മാവിനകത്തിട്ട് ഒരു ശകലം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് എണ്ണയിലിങ്ങി എടുക്കുക. അപ്പം നല്ല ഒരുമാതിരി നമ്മുടെ എന്താ തേൻമുട്ടായുടെ ഒക്കെ ഒരു കളറായിട്ട് കിട്ടും കേട്ടോ. അതിവിടെ അച്ഛനും കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എന്നോട് പറയാതെ ഉണ്ടാക്കാതിരുന്നേ. ഇന്ന് മൈദ കുറവാണ്. എന്നാ ചൂടോടെ എടുക്കണം എൻ്റെ ദൈവമേ, വയ്യേ. മഴ വൈകിട്ടുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഒരുമാതിരി പന്ന ചൂട. ചോറൊക്കെ ഇരിപ്പുണ്ട്. വൈകിട്ടത്തേക്ക് ചോറ് വെക്കണോ, കഞ്ഞി വെക്കണോ, ചപ്പാത്തി ഉണ്ടാക്കണം എന്നാന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 3 അടുത്ത പ്രാവശ്യം കടുങ്കാപ്പി എടുക്കാനുണ്ടേ. കടുങ്കാപ്പിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കാപ്പി തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നു. വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നു. കാലിന് ഭയങ്കര വേദനയാണ്. ഈ ചൊറിഞ്ഞ ഇപ്പം പറയും കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് പറയും. കാലിന് മുട്ടിന് വയ്യാത്ത കാലിന് ഭയങ്കര വേദന. ഞാൻ എവിടെ എങ്ങും പോകാത്ത, എനിക്കങ്ങ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേദനയാണ് കാലിന്.
ചേട്ടൻ വൈകുന്നേരം വരുള്ളൂ ഞാൻ വിചാരിച്ചതേ. എറണാകുളത്തായിരുന്നു കല്യാണത്തിന് പോയതേ. പക്ഷെങ്കിൽ ചേട്ടൻ നേരത്തെ എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും നേരത്തെ വാസട്ടം വരുമെന്ന് വിചാരിച്ചില്ലെന്ന് പറയാം. ഇപ്പം നേരത്തെ വന്നാണോ കുഴപ്പമൊന്നും എന്നാ പറയാനാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത്രയും ദൂരമല്ലേ, അപ്പൊ താമസിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഇത്രയും കളറൊക്കെ മതി. ഇതിനകത്ത് ഞാൻ പഞ്ചസാര ഇത് മതി ഞാൻ ചേർത്താം. പഞ്ചസാര വേണ്ട ചോപ്പ് വന്നു. പഞ്ചസാരയും പിന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്താണേ. ഇത് ഇച്ചിരി ലൂസ് കൂടിപ്പോയെന്ന്, മൈദ തീർന്നായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ബോള് മാതിരി ഉരുണ്ടുരുണ്ട് വരുമായിരുന്നു. പാത്രം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ കളറുണ്ടായി നല്ലത്. പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു ഇത് വരുന്നത്. ഇച്ചിരി കൂടെ ബോള് മാതിരി ഉരുണ്ടുരുണ്ട് വരും. അത് ഇത്രയും മാവ് ലൂസാക്കത്തില്ല അന്നേരം. അതുണ്ടോ ഇത് ഇങ്ങനെ പരന്നു പോയി. ഇവിടെ ഇവർക്ക് രണ്ടുപേർക്ക് ഈ പഴംപൊരിയേക്കാൾ ഇഷ്ടം ഈ സംഭവം കേട്ടോ. ഞങ്ങളുടെ അല്ലുമോക്ക് ഇതായിരുന്നു ഇഷ്ടം. എൻ്റെ ടുട്ടുടുവിനെ കണ്ടിട്ട് എത്ര നാളായി എൻ്റെ അല്ലുക്കുട്ടിയെ. ഇത് എൻ്റെ ചുന്ദരിവാവ എൻ്റെ സബ്സ്ക്രൈബർ അറിയാവോ? എൻ്റെ കൊച്ചു മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നത്. അല്ലൂസ് വന്നപ്പോൾ അല്ലൂസിന് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഞാൻ ഇച്ചിരിയും കൂടെ അത് മാവ് കട്ടിയാകണമായിരുന്നു. മുരിയണോ? എന്നാൽ മുരിഞ്ഞ് കഴിഞ്ഞെടുത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സംഭവമേ. ഇത് മുരിഞ്ഞ് കഴിയുമ്പോൾ എടുക്കും. ഞാൻ അപ്പുമൊക്കെ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ കാപ്പിയൊക്കെ കൊടുക്കട്ടെ. ഇവിടെ മുരിച്ച് കരിച്ചൊക്കെ എടുക്കട്ടെ. എന്നാ ഞാൻ പോകണേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം മറക്കണ്ട, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ.